ഈ സീസണിലെ പ്രീമിയർ ലീഗ് കിരീടം വെറുതെ അങ്ങ് ആഴ്സണലിന് വിട്ടുകൊടുക്കൂല എന്ന് സിറ്റി പ്രഖ്യാപിച്ച മത്സരമായിരുന്നു ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ആൻഫീൽഡിൽ നടന്ന മത്സരം. ആൻഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ലിവർപൂളിനെ ആൻഫീൽഡ് തോൽപ്പിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. ലിവർപൂളിന് ആൻഫീൽഡിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക പവർ ഉണ്ട്. എതിരാളികൾക്കൊക്കെ മുട്ടുവിറക്കുന്ന ഒരു സംഗതിയാണ് ആൻഫീൽഡില്. ആൻഫീൽഡിലെ അറ്റ്മോസ്ഫിയർ അത്രയ്ക്കും ലിവർപൂളിന് അനുകൂലമാണ്. ലിവർപൂളിനെ അവിടെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ 10 വർഷമായി പെപ് ഗാർഡിയോള. ഇന്നത്തെ മത്സരം കൂടെ അടക്കം 2 തവണ മാത്രം മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂളിനെ തോൽപ്പിച്ചിട്ടുള്ളൂ ആൻഫീൽഡിൽ വെച്ച്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി മത്സരം തുടങ്ങിയത് വളരെ പ്ലാനിങ്ങോടെയാണ്. ഈ കിരീടം അങ്ങനെ വിട്ടുകൊടുക്കൂല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് സിറ്റി ഇറങ്ങിയത്. സിറ്റിന്റെ ആദ്യത്തെ കുറെ മൂവ്മെന്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് സിറ്റി ഡൊമിനേറ്റ് ചെയ്ത മത്സരം, കംപ്ലീറ്റ് സിറ്റി ഡൊമിനേറ്റ് ചെയ്താണ് മത്സരം പോകുന്നത്. ഇടയ്ക്ക് 1-2 അവസരങ്ങൾ ലിവർപൂളിന് കിട്ടിയെങ്കിലും ഹാലൻഡിനും ഒരു നല്ല ചാൻസ് കിട്ടി. ഹാലൻഡ് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അലിസൺ നല്ലൊരു സേവിലൂടെ ലിവർപൂളിനെ രക്ഷിച്ച് 1-2 അവസരങ്ങൾ എക്കിറ്റേക്കും കിട്ടിയെങ്കിലും കംപ്ലീറ്റ് ഡൊമിനേഷൻ, ഫസ്റ്റ് ഹാഫിലെ കംപ്ലീറ്റ് ഡൊമിനേഷൻ സിറ്റി ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴാണ് ലിവർപൂൾ ഒന്ന് ഉഷാറായി കളിക്കാൻ തുടങ്ങിയത്. അപ്പം മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങിയത് തന്നെ ഈ ഒരു മത്സരം തോൽക്കൂല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഫസ്റ്റ് ഹാഫിൽ കളിയുടെ തുടക്കത്തിൽ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. പക്ഷെ ലിവർപൂളിന് പഴയ ആ ഒരു മെന്റാലിറ്റി ഇല്ലായിരുന്നു എന്ന് തോന്നി. വളരെ പതുക്കെയാണ് ലിവർപൂൾ തുടങ്ങിയത്. കംപ്ലീറ്റ് പൊസഷൻ കംപ്ലീറ്റ് സിറ്റി ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ഒന്നുകൂടെ മെച്ചപ്പെട്ട് 1-2 നല്ല മൂവ്മെന്റുകളൊക്കെ ലിവർപൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് 76-ാം മിനിറ്റില് സോബസ്ലായുടെ ഫ്രീ കിക്ക് വരുന്നത്. ഫ്രീ കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഫ്രീ കിക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഡൊണാരുമ നോക്കി നിൽക്കുകയാണ്, ഒന്ന് അനങ്ങാൻ പോലും പുള്ളിക്ക് ആ സമയം കിട്ടിയില്ല. ആ കിക്ക് വരുന്നത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന, ഒരു പോസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കുന്ന ആ ഒരൊറ്റ മൂവ്മെന്റില് പുള്ളി ആദ്യം വിചാരിച്ചത് കിക്ക് വന്ന് പന്ത് പുറത്തേക്ക് പോകുന്നതാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ പുള്ളിയുടെ കണക്കുകൂട്ടലിൽ തെറ്റിച്ച് കൃത്യമായിട്ട് പോസ്റ്റിലിടിച്ച് പന്ത് അകത്ത് കയറി. സോബസ്ലായി ഈ സീസണിൽ ലിവർപൂളിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന ഒരാളാണ് സോബസ്ലായി. ബാക്കി എല്ലാ ആൾക്കാരും ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ, അപ്പം കലിസ്റ്റർ ആയാലും പിന്നെ സല ആയാലും, സലാക്ക് തുടക്കത്തിൽ നല്ല വിമർശനം കിട്ടിയിരുന്നു, പിന്നെയാണ് കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിലേക്ക് വന്നത്. എങ്ങനെയാണെങ്കിലും സോബസ്ലായി ആണ് ലിവർപൂളിനെ ഇതുവരെ പൊക്കിക്കൊണ്ട് വന്നത്. സോബസ്ലായുടെ ഫ്രീ കിക്ക് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഒരുപക്ഷെ അങ്ങനെയുള്ള ഫ്രീ കിക്ക് കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് പവർഫുൾ ഷോട്ടും ആയിരുന്നു, അതുപോലെ മനോഹരമായ ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. ആ ഒരു ഗോളിൽ ലിവർപൂൾ ജയിച്ച് കയറും എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ബെർണാഡോ സിൽവയുടെ 84-ാം മിനിറ്റുള്ള ഗോൾ വരുന്നത്. പക്ഷെ സിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സിറ്റി നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നല്ല പ്രഷർ ഉള്ള സമയത്ത്, അവസാന നിമിഷം പ്രഷർ ഉള്ള സമയത്തൊക്കെ സിറ്റി വളരെ പെട്ടെന്ന് ആ പ്രഷർ ഹാൻഡിൽ ചെയ്ത് ഗോൾ അടിച്ചിട്ട് മത്സരം വരുതിയിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് സിറ്റിക്ക് ഉണ്ട് എന്ന് നമ്മൾ പല തവണ കണ്ടതാണ്. ആ ഒരു പ്രഷർ, കാരണം ഒരു ഗോളിന് തോറ്റു കഴിഞ്ഞാൽ, ഒന്നാമത് ആൻഫീൽഡിലാണ് കളി നടക്കുന്നത്. ലിവർപൂളിന്റെ കംപ്ലീറ്റ് ആ ഒരു ഗോളും കൂടെ വന്നപ്പം ലിവർപൂളും ഒന്ന് കളി ഉഷാറായി. ആ ഒരു മൊമെന്റം ലിവർപൂൾ കാത്ത് സൂക്ഷിച്ചു നിൽക്കുമ്പോഴാണ് പിന്നെ ഒന്ന് ടൈറ്റിൽ റേസിന്റെ പ്രഷർ എന്തായാലും സിറ്റി താരങ്ങൾക്കും പെപ് ഗാർഡിയോളക്കും ഉണ്ടാവും. അതൊരു ഗോളിനും പിന്നിലാവും കൂടെ ചെയ്തു കഴിഞ്ഞാല് പിന്നെ ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ അത്രയ്ക്ക് ഈസി ആയിരിക്കൂല. പക്ഷെ ആ പ്രഷർ കൃത്യമായിട്ട് സിറ്റി ഹാൻഡിൽ ചെയ്ത് 84-ാം മിനിറ്റില് ബെർണാഡോ സിൽവന്റെ ഒരു നല്ല ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കി ഉയർത്തി കൊടുത്ത പന്ത് ഹാലൻഡ് കൃത്യമായിട്ട് ഹെഡ് ചെയ്ത് ബെർണാഡോ സിൽവക്ക് ഇട്ട് കൊടുത്ത് പുള്ളി അത് കൂളായിട്ട് ഫിനിഷ് ചെയ്ത് 1-1 സമനിലയായപ്പോ പിന്നെ സിറ്റിക്ക് കുറച്ചുകൂടെ ആവേശം കൂടി. സിറ്റി നിരന്തരമായി ശ്രമിച്ചതിന്റെ ഫലമായിട്ട് മത്യാനിസിനെ ഫൗൾ ചെയ്തതിന് അലിസൺ ബക്കർ ഒരു പെനാൽറ്റി വഴങ്ങുകയാണ്. ഈ കഴിഞ്ഞ 4 മത്സരങ്ങളോ 4-5 മത്സരങ്ങള് ലിവർപൂളിന് പറ്റുന്ന ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ അബദ്ധം എന്ന് പറയാം. ഇഞ്ചുറി ടൈമിൽ ലിവർപൂൾ ഗോൾ വഴങ്ങിയിട്ട് മത്സരം ഒന്നെങ്കിൽ തോൽക്കുകയോ അല്ലെങ്കിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന
4-5 മത്സരമാണ് ഈ സിറ്റിക്കെതിരെ ഉള്ളത്. ഇപ്പം ലിവർപൂളിന്റെ സ്ഥിതി വളരെ പരിതാപകരമാവും ഇങ്ങനെയാണെങ്കിൽ. ഒന്നുകൂടെ പോയിന്റ് ടേബിളിൽ ഇപ്പൊ 6ാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത്. അപ്പം ആ ഒരു ഗോളും കൂടെ വന്നു കഴിഞ്ഞപ്പം സിറ്റി സോബസ്ലായി മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് ഹാലണ്ടിന്റെ അടുത്ത് പെനാൽറ്റി കിക്ക് എടുക്കാൻ നേരത്ത്. പക്ഷെ ഹാലണ്ടും അത് വളരെ കൂളായിട്ട് ഡീൽ ചെയ്ത് നല്ലൊരു പെനാൽറ്റി കിക്ക് ആയിരുന്നു. പക്ഷെ അലിസൺ കൃത്യമായ ഇത് മുൻകൂട്ടി കണ്ട് അതേ സൈഡിലേക്ക് തന്നെ ഡൈവ് ചെയ്തെങ്കിലും പക്ഷെ ഹാലണ്ട് പെനാൽറ്റി കിക്ക് എടുക്കുന്നതിൽ ഹാലണ്ടിന് പ്രത്യേക കഴിവുണ്ട്. ഹാലണ്ട് അങ്ങനെ ഒരു പെനാൽറ്റി മിസ്സാക്കുന്ന ഒരു കളിക്കാരനല്ല. അതുകൊണ്ടായിരിക്കണം കൃത്യമായിട്ട് ഹാലണ്ട് ആ പന്ത് വലയിലെത്തിച്ച് 2-1 ലീഡ് തിരിച്ചു പിടിച്ച്. അപ്പം സിറ്റി എന്തായാലും വിജയിക്കും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് 7 മിനിറ്റോളം ഇഞ്ചുറി ടൈം ഉണ്ട്. 3-ാം മിനിറ്റിലാണ് ഈ ഗോള് വരുന്നത്. പിന്നെ 4 മിനിറ്റോളം ലിവർപൂൾ കഠിനമായി ശ്രമിച്ച ഒരു സമനില കിട്ടാൻ വേണ്ടിയിട്ട് വളരെ അലിസണൊക്കെ മുന്നോട്ട് പോയി ഗോൾ അടിക്കുന്നതിന്റെ നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് ആ ഒരു ഗോളിന്റെ ചാൻസ് വരുന്നത്. അത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗോള് വന്നത് കൊണ്ട് റഫറി ആ ഒരു ഫൗള് അത്ര കാര്യമായിട്ട് എടുക്കൂല. ബോൾ അഡ്വാൻറ്റേജ് കിട്ടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഫൗള് ചെയ്തു കഴിഞ്ഞാലും എതിർ ടീമിന് ബോൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോൾ അഡ്വാൻറ്റേജ് റഫറിമാർ കൊടുക്കാറുണ്ട്. അപ്പൊ ആ പന്ത് ഗോൾ ആയതുകൊണ്ട്, ചെറുക്കിയുടെ ഷോട്ട് ഗോൾ ആയതുകൊണ്ട് റഫറി ആ ഒരു പെനൽറ്റി അല്ലെങ്കിൽ ആ ഒരു ഫൗൾ അത്ര കാര്യമായിട്ട് എടുക്കൂല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ റഫറി കൃത്യമായിട്ട് നോക്കുമ്പോൾ ആ ബോൾ കിട്ടാത്തതുകൊണ്ട് ഹാലണ്ട് സോബസ്ലായിനെയും ഫൗൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വാറ് ചെക്ക് ചെയ്തപ്പോഴാണ് അത് കൃത്യമായിട്ട്, അത് ഗോളായിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഷുവറാണ് സോബസ്ലായിക്ക് റെഡ് കാർഡ്, ഒരു സംശയമില്ല. ഗോൾ ആയിട്ടില്ലെങ്കിൽ സോബസ്ലായിക്ക് എന്തായാലും റെഡ് കാർഡ് എന്നുള്ള കാര്യം ഒരു സംശയമില്ലായിരുന്നു. പക്ഷെ അത് ഗോൾ ആയതുകൊണ്ട് ഒരു ബോൾ അഡ്വാൻറ്റേജ് കിട്ടിയത് കൊണ്ട് ആ ഒരു ഫൗള് റഫറി അത്ര കാര്യമായിട്ട് എടുക്കൂല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് റഫറി പോയിട്ട് വാറ് ചെക്ക് ചെയ്തപ്പം കൃത്യമായിട്ട് ആ ഗോൾ അനുവദിച്ചതുമില്ല, സോബസ്ലായിക്ക് റെഡ് കാർഡും. അതിപ്പോ ഏതായാലും ലിവർപൂൾ തോറ്റു നിൽക്കുകയാണ്. ലിവർപൂളിന് അത് ഗോളായിട്ട് 1-3 എന്നുള്ള സ്കോറിന് ഗോളായിട്ട് സോബസ്ലായിക്ക് റെഡ് കാർഡ് കിട്ടാതിരിക്കലായിരുന്നു ലിവർപൂളിന് ഗുണം ചെയ്യുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലിവർപൂളിന് ഒറ്റയ്ക്ക് തോളിലേറ്റി കൊണ്ടുപോകുന്ന ഒരു കളിക്കാരനാണ് സോബസ്ലായിക്ക് റെഡ് കാർഡ് കിട്ടി അടുത്ത കളിയിൽ സോബസ്ലായി ഇല്ല എങ്കിൽ അത് ലിവർപൂളിന് ഇന്നത്തെ ഒരു ഗോളിന്റെ തോൽവിനെക്കാട്ടിൽ അതിനെ ബാധിക്കുക, ലിവർപൂളിന്റെ പ്രകടനത്തെ ബാധിക്കും സോബസ്ലായി ഇല്ലെങ്കിൽ. അപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നല്ലത് സോബസ്ലായിന് റെഡ് കാർഡ് കൊടുക്കാതെ ലിവർപൂളിന് അത് 1-3 എന്നുള്ള സ്കോറിന് തോറ്റാലും ലിവർപൂളിന് ഇത്ര പരിക്കില്ലായിരുന്നു. മിക്കവാറും ഇനിയിപ്പം സ്ട്രൈറ്റ് റെഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോബസ്ലായി യെല്ലോ കാർഡ് പിന്നെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. മിക്കവാറും ഫസ്റ്റ് സ്ട്രൈറ്റ് റെഡ് ആണെങ്കിൽ ഒരു 3 കളി ബാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോബസ്ലായിക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 കളി ലിവർപൂളിന് വേണ്ടി കളിക്കാൻ പറ്റിയില്ല എങ്കിൽ ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ഫോമും കൂടെ കണക്കാക്കി നോക്കുമ്പോൾ ലിവർപൂളിന്റെ അവസ്ഥ വളരെ പരിതാപകരമാവും സോബസ്ലായും കൂടെ ഇല്ലെങ്കിൽ. ഓൾറെഡി എല്ലാ കളിയിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് സോബസ്ലായി ആണ് ടീമിനെ എത്രയും ഈ രീതിയിൽ പൊക്കിക്കൊണ്ട് വന്നത്. അപ്പൊ സോബസ്ലായി അടുത്ത കളിയിൽ ഇല്ലെങ്കിൽ ലിവർപൂളിന് അത് കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ലിവർപൂളിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ആ ഗോൾ 1-3 ആക്കിയിട്ട് സോബസ്ലായിന് റെഡ് കൊടുക്കാതിരിക്കലായിരുന്നു ലിവർപൂളിന് നല്ലത്. പക്ഷെ റഫറി വാറ് ചെക്ക് ചെയ്തപ്പോൾ സോബസ്ലായിക്ക് റെഡ് കാർഡ് കൊടുത്തേ പറ്റുള്ളൂ. ആ ഗോൾ ക്യാൻസൽ ചെയ്ത് സിറ്റിക്ക് ഒരു ഡയറക്റ്റ് ഫ്രീ കിക്ക് കൊടുക്കുകയാണ് റഫറി ചെയ്തത്. അത് ലിവർപൂളിന് വൻ നഷ്ടമാണെന്നാണ് എന്റെ അഭിപ്രായത്തില്. സംഗതി എന്തൊക്കെയായാലും അടിപൊളി ഒരു മത്സരമായിരുന്നു. പിന്നെ ലേറ്റ് ഡ്രാമ ഒക്കെ ഉള്ള അടിപൊളി ഒരു മത്സരമായിരുന്നു. കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ആർസണൽ ഫാൻസ് പ്രത്യേകം കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടാവും. കാരണം ഒരു പോയിന്റ് സോബസ്ലായിന്റെ ഗോളും കൂടെ വന്നപ്പം ആർസണൽ ഫാൻസ് വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടാവും. കാരണം ലിവർപൂൾ ജയിക്കുകയാണെങ്കിൽ 9 പോയിന്റിന്റെ ലീഡാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. 23 വർഷത്തിന് ശേഷം ആർസണലിന് കപ്പടിക്കാൻ, പ്രീമിയർ ലീഗ് കപ്പടിക്കാനുള്ള ഒരു ചാൻസ് തുറന്നു തരികയായിരുന്നു. പക്ഷെ ആർസണലിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഹാലണ്ടും ബെർണാഡോ സിൽവയും അവിടെ ഉയർത്തു വന്ന് ലിവർപൂളിനെ കീഴടക്കി വീണ്ടും ഒരു ടൈറ്റിൽ റേസ്, ഒരു ഫോട്ടോ ഫിനിഷ് ടൈറ്റിൽ റേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പം
ലിവർപൂൾ ഏതായാലും ലിവർപൂളിന്റെ കാര്യം പരിതാപകരമാണെന്ന് തോന്നുന്നു. സിറ്റി ഏതായാലും ഈ കിരീടം വെറുതെ അങ്ങോട്ട് ആഴ്സണലിന് ഞങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂല എന്ന് തന്നെയാണ് സിറ്റിയുടെ ഇന്നത്തെ പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. അപ്പം അടുത്ത മത്സരങ്ങള് ഇനിയുള്ള ഓരോ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതും എന്താണ് ക്രൂഷ്യലാണ്. ഓരോ പോയിന്റും ക്രൂഷ്യലാണ്. സമനില ആയാലും തോൽക്കിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. ആഴ്സണലും സിറ്റിയും തന്നെയാണ് ടൈറ്റിൽ റേസ്. അവിടെ ചെൽസിക്കോ യുണൈറ്റഡിനോ ആസ്റ്റൺ വില്ലക്കോ ഒരു ചാൻസ് എന്തായാലും ഇല്ല. ടൈറ്റിൽ റേസ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ മാത്രമാണ്. പിന്നെ 3-4 ചാൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള റേസ് ആയിരിക്കും മിക്കവാറും യുണൈറ്റഡും ചെൽസിയും ആസ്റ്റൺ വില്ലയും തമ്മിൽ ഉണ്ടാവുക. അപ്പൊ ടൈറ്റിൽ റേസ് കുറച്ചുകൂടെ കടുപ്പത്തിലാകും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ആഴ്സണൽ അവസാന നിമിഷം കഴിഞ്ഞ 2-3 സീസണുകളിലൊക്കെ വന്നിട്ട് ലാസ്റ്റ് നിമിഷം പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ടൈറ്റിൽ റേസ് കൊളാക്കുന്ന ഒരു സ്വഭാവം ആഴ്സണലുണ്ട്. ആ ഒരു ശീലം ആഴ്സണൽ തുടർന്നില്ലെങ്കിൽ ഈ പ്രാവശ്യം മിക്കവാറും എമിറേറ്റ്സിലേക്ക് എത്തും. അതല്ല സിറ്റി പഴയ പോലെ സിറ്റിക്ക് അവസാനമുള്ള ഒരു പോരാട്ട വീര്യം വരാനുണ്ട് എന്നാണ് സിറ്റി ആരാധകരുടെ പ്രതീക്ഷ. അതിങ്ങനെ കുറെ നമ്മളായിട്ട് കാണുന്നതുമാണ്. അപ്പൊ ആ ഒരു പോരാട്ട വീര്യത്തിൽ സിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പെപ്പ് ഗാർഡിയോളനെ പിടിച്ചു കിട്ടുക അത്ര ഈസി അല്ല. മറിച്ച് അത് മാത്രമല്ല, പെപ്പ് ഗാർഡിയോള ഒരു പക്ഷെ ലാസ്റ്റ് സിറ്റിയിലെ അവസാന സീസൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പുള്ളി വിരമിക്കും അല്ലെങ്കിൽ സിറ്റിയിൽ നിന്നും മാറും എന്നുള്ളൊരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചെൽസിയുടെ മുൻ കോച്ചായിരുന്ന എൻസോ മറസ്ക ഓൾറെഡി സിറ്റി ആയിട്ട് 2 വർഷത്തെ കരാറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസൊക്കെ വന്നതിന് ശേഷമാണ് ചെൽസി മറസ്കനെ പുറത്താക്കിയത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എല്ലാം സീസൺ അവസാനം നമുക്ക് തീരുമാനമാവുള്ളൂ. എന്തായാലും സിറ്റി വെറുതെ ഒരു കിരീടം അങ്ങനെ ആഴ്സണലിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുക.